എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഹോണ്ടയുടെ ഏറ്റവും പുതിയ 2025 മോഡൽ ഡിയോ 125ഉം അതേപോലെ 2025 മോഡൽ എൻഡോർ 125ഉം ടി വി എസിൻ്റെ. അപ്പോൾ ഇത് തമ്മിലുള്ളൊരു കമ്പാരിസണാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഹോണ്ടയുടെ ഭാഗത്തുനിന്ന് പുതിയ കുറേ ഓഫറും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഞാൻ പറയുകയാണ്. അതായത് ഹോണ്ടയുടെ ആക്റ്റീവ 125 അല്ലെങ്കിൽ ആക്റ്റീവ 110 DLX മോഡൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തേക്കുള്ള സർവീസ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കിട്ടുന്നു. അതായത് പീരിയോഡിക് സർവീസ് ചെയ്യുന്ന 3 വർഷത്തെ സർവീസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നു. അത് നമുക്ക് ഓയിൽ ചേഞ്ച് അടക്കം ബെൽറ്റ്, പ്ലഗ് അങ്ങനെയുള്ള കംപ്ലീറ്റ് സാധനങ്ങളും ഫ്രീ ആയിട്ട് തന്നെ മാറിത്തരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഓഫർ നിലവിൽ ഹോണ്ടയുടെ ഭാഗത്തുനിന്നുണ്ട്. അതുപോലെ ടി വി എസിൻ്റെ ഭാഗത്തുനിന്നും ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കി നോക്കിക്കഴിഞ്ഞാൽ 2024 മോഡൽ കുറച്ച് വാഹനങ്ങളുടെ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. അതിനും നമുക്ക് നിലവിൽ 3000 തൊട്ട് 1000 രൂപ വരെയുള്ള ഡിഫറൻസിൽ ഓഫർ വരുന്നുണ്ട്. അതുകൂടാതെ ആക്റ്റീവ സ്റ്റാൻഡേർഡ് മോഡൽ 2025 മോഡലിന് ഒരു 1500 രൂപയ്ക്കകത്ത് വരുന്ന പോലൊരു ക്യാഷ് ഡിസ്കൗണ്ടും ലിമിറ്റഡ് ടൈം ഓഫറായിട്ട് ഹോണ്ട പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഓൺ ആക്കുവാണെങ്കിൽ ഞാൻ ഇതുപോലെ കൊണ്ടുവരുന്ന എല്ലാ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നത്. നേരെ നമുക്ക് ഈ രണ്ട് വണ്ടിയുടെ കമ്പാരിസണിലോട്ട് കിടക്കാം. അപ്പം ഇതിൽ തമ്മിൽ ഏത് വണ്ടി എടുക്കണമെന്ന് ഒരുപാട് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ വരും. കാരണം ഡയറക്റ്റ് നമുക്ക് ഇപ്പോൾ കോമ്പിനേഷനുള്ള രണ്ട് വാഹനങ്ങളാണ് ഹോണ്ടയുടെ ഡിയോയും ടി വി എസിൻ്റെ എൻഡോർക്ക് എന്ന് പറയുന്നത്. രണ്ടും സ്പോർട്സ് കാറ്റഗറിപ്പെടുന്ന വാഹനങ്ങളാണ്. എങ്കിൽ പോലും ഇതിൻ്റെ പ്രൈസിംഗ് കാര്യത്തിലൊക്കെ വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും നമുക്കൊരു കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് ഇത് രണ്ട് വണ്ടിയും ഒരേ കാറ്റഗറിയിൽ പെടുന്ന സ്പോർട്ടി കാറ്റഗറിയിൽ പെടുന്ന വാഹനങ്ങളാണ് ഈ രണ്ട് മോഡൽ എന്ന് പറയാൻ. അപ്പോൾ രണ്ടും നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ അറിയാം നല്ല എഡ്ജി ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ കൊടുത്ത് കുറച്ച് സ്പോർട്ടിയാകാൻ രണ്ട് കമ്പനിയും ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും കുറച്ചുകൂടെ ഒരു അഡ്വാൻറ്റേജ്, അതായത് സ്പോർട്ടി ലുക്കിൽ കുറച്ചൊരു അഡ്വാൻറ്റേജ് കിട്ടുന്നത് നമുക്ക് എൻഡോർക്കിനാണെന്ന് പറയാൻ പറ്റും. കാരണം അത് കുറച്ചുകൂടെ ഒരു ബൾക്കി ഫീൽ, അതായത് മസ്കുലർ ഫീലും കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഡിസൈൻ പരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് വണ്ടി നിങ്ങൾ കണ്ടില്ലേ, ഏകദേശം ഒരേ ടൈപ്പാണ് ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ രണ്ട് ഫൈബർ ബോഡിയാണ്, ഫുള്ളി ഫൈബർ ബോഡിയാണ് നമുക്ക് വരുന്നത്. മെറ്റൽ ബോഡിയോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അത് നമുക്ക് ഈ രണ്ട് വണ്ടിയിൽ ഏത് തിരഞ്ഞെടുക്കണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ വേരിയൻസ് തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചധികം ഡിഫറൻസ് വരുന്നുണ്ട്. കാരണം ഡിയോ 125 നമുക്ക് രണ്ട് വേരിയൻ്റാണ് വരുന്നത്. ഇതിന് മുമ്പ് നമ്മുടെ ഇരുന്ന ഈ ഡിയോ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് വേരിയൻ്റ് ആയിരുന്നു. ഇപ്പോൾ ആ സ്റ്റാൻഡേർഡ് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് ഇപ്പം DLX വേരിയൻ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്നത് H സ്മാർട്ട് വേരിയൻ്റ് ആണ്. എന്നാൽ നമുക്ക് എൻഡോർക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചധികം വേരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. റേസ് എഡിഷന്, അതുപോലെ സൂപ്പർ സ്കോഡ് അങ്ങനെ പറയുന്ന ബേസ്, അങ്ങനെ കുറേ അധികം സെലക്ഷൻ നമുക്ക് എൻഡോർക്കിൽ കിട്ടുന്നുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റേസ് എഡിഷൻ എന്ന് പറയുന്ന വേരിയൻറ്റ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോർമലുള്ള എൻഡോർക്കിനെ കാട്ടി കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ കിട്ടും. എന്നാൽ പവർഫുൾ അല്ല എന്നല്ല പറയുന്നത്. ഇതിൻ്റെ ഒരു ഡിഫറൻസ് വേരിയൻ്റ് ആണെന്ന് പറയുന്നത് റേസ് എഡിഷൻ എന്ന് പറയുന്നത്. അത് കംപ്ലീറ്റ്ലി ഒരു റേസിംഗ് ടീമിലൊക്കെ ആയിരിക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിന് ഈ നോർമൽ എൻഡോർക്കിനെ കാട്ടി കുറച്ചുകൂടെ പവറും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. എന്നാൽ നമുക്ക് ഡിയോയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഡിയോയ്ക്ക് വരുന്ന രണ്ട് വേരിയൻറ്റിൽ എന്ന് പറഞ്ഞാൽ സ്മാർട്ട് വേരിയൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു സ്മാർട്ട് കീ ആയിരിക്കും കിട്ടുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത സ്മാർട്ട് കീ ആണ്. നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റാൻഡേർഡ് വണ്ടിയിൽ നമുക്ക്, അതായത് നേരത്തെ ഉണ്ടായിരുന്ന H സ്മാർട്ട് മോഡലിൽ മാത്രമാണ് ഡിസ്ക് വരുന്നത്. എന്നാൽ നമുക്ക് ഏറ്റവും പുതിയ ഡിയോ 125 വന്ന സമയത്ത് സ്റ്റാൻഡേർഡ് ഒഴിവാക്കി DLX ആക്കി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നമുക്ക് നോർമലുള്ള ഡിയോയ്ക്കും ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ഇതിൻ്റെ H സ്മാർട്ട് വേരിയൻറ്റിൽ വരുമ്പോൾ നമുക്കൊരു സ്മാർട്ട് കീ കിട്ടുന്നുണ്ട്. ആ സ്മാർട്ട് കീ കൊണ്ട് സ്മാർട്ട് ഫൈൻഡ്, സ്മാർട്ട് സേഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കുറച്ചുകൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ പവർ കുറച്ചുകൂടെ കൂടുതൽ വേണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് രണ്ട് തരത്തിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ടി വി എസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഡിസൈൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ രണ്ടും നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിലായിട്ട് നമുക്ക് LED ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എങ്കിൽ നമുക്ക് ടി വി എസിൻ്റെ ഡിയോയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഒരു അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫുള്ളി LED ആണ്. അതുകൂടാതെ നമുക്കൊരു T എന്ന് പറഞ്ഞ ഒരു DRL കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഈ രീതിയിൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഇത് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിലായിട്ട് ചെറിയൊരു ഫിംഗർ പോലുള്ള സാധനം, അതൊരു സ്പോർട്ട്നെസ് കൂട്ടാൻ വേണ്ടി കൊടുത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ ഡ്യുവൽ ടോൺ കളറും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. നേരെ നമുക്ക് ഡിയോടെ നോക്കിക്കഴിഞ്ഞാൽ ഈ സെയിം പറഞ്ഞ പോലെ തന്നെ സ്പ്ലിറ്റായിട്ട് കൊടുത്തിരിക്കുന്നു. ഫുള്ളി LED ആയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കങ്ങനെ ഒരു പാർക്കോ കാര്യങ്ങളൊന്നും, അതായത് നമുക്ക് DRL കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഹെഡ്ലൈറ്റ് യൂണിറ്റേ വരുന്നില്ലെങ്കിലും നമുക്കൊരു DRL യൂണിറ്റ് നമുക്ക് ഇതിൻ്റെ കവർ ഹാൻഡിലേ വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ കവർ ഹാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡിക്കേറ്ററാണ് ഈ ഒരു കവർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത്, കണ്ടല്ലേ. അതൊരു ഡിഫറൻറ്റ്, ഈ രണ്ട് വണ്ടി തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നമുക്ക് ഇതിൻ്റെ കവർ ഹാൻഡിലിൽ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് എൻഡോർക്കിന്. നമുക്ക് ഡിയോയ്ക്കാണെങ്കിൽ ആ ഒരു ഹെഡ്ലൈറ്റ് യൂണിറ്റിനോട് ചേർന്ന് തന്നെയാണ് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഹാലജൻ ബൾബാണ് രണ്ട് വണ്ടിക്കും കിട്ടുന്നത്. ഈ കാണുന്ന പോലെ ഹാലജനാണ്. കുറച്ചുകൂടെ ഡിസൈൻ പരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഡിയോയിലാണ്. കാരണം ആ ഒരു ഹെഡ്ലൈറ്റ് യൂണിറ്റ് ചേർന്ന് വന്നപ്പോൾ അത് കുറച്ചുകൂടെ ഭംഗി കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇതൊട്ടും ഡിസൈൻ മോശം എന്നല്ല പറയുന്നത്. എങ്കിലും കവർ ഹാൻഡിൽ കൊടുത്തിരുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. അതായത് നമ്മൾ ബൈക്കിലൊക്കെ കാണുന്നില്ലേ, അതുപോലെ ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. അത് രസമുണ്ട് കാണാൻ. അത് കൂടാതെ നമുക്ക്
കവർ ഹാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ആയിട്ടുള്ള കവർ ഹാൻഡിലാണ്, ഡ്യുവൽ ടോൺ കളറാണ്. കാരണം ബ്ലാക്കിൻ്റെ ഒരു വൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് ഡിയോയെ നോക്കിയാലും ആ സെയിം ആണ്, ഡ്യുവൽ ടോൺ കളറാണ്, ബ്ലാക്കിൻ്റെ ഒരു വൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാർക്ക് കാണാനും വളരെ നൈസാണ്. കണ്ടില്ലേ, ലൈറ്റ് ഓൺ ആയി കഴിയുമ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു പാർക്കിന് സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു കവർ ഹാൻഡിൽ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ സെൻറ്റർ കവർ രണ്ട് വണ്ടിക്കും ബ്ലാക്ക് തന്നെയാണ് വരുന്നത്. അതേപോലെ രണ്ട് വണ്ടിക്കും ഇപ്പം നിലവിൽ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് കിട്ടുന്നുണ്ട്. ആ ഡിസ്ക് ബ്രേക്ക് രണ്ടും പെട്രോൾ ഡിസ്ക് ബ്രേക്കാണ്. അത് കുറച്ചുകൂടി ഹീറ്റൊക്കെ കുറയ്ക്കാൻ വേണ്ടിയുള്ള ആ ഒരു ടെക്നോളജിയാണ് പെട്രോൾ ഡിസ്ക് ബ്രേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ. എൻഡോർക്കിന് ഡിസ്ക് ബ്രേക്ക് ഈ രീതിയിലാണെങ്കിൽ നമുക്ക് നേരെ ഹോണ്ടയുടെ ഡിയോയുടെ കാര്യം നോക്കിയാൽ ഈ രീതിയിലുള്ള ഡിസ്ക് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു. നമുക്ക് ഇതിൻ്റെ എൻഡോർക്ക് നോക്കിക്കഴിഞ്ഞാൽ അലോയ് വീലും കാര്യങ്ങളൊക്കെയാണ്, അത് കുറച്ചുകൂടെ ഒരു ഭംഗിയുള്ള അലോയ് വീലും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. എങ്കിൽ നമുക്ക് ഡിയോയ്ക്ക് ഇപ്പം നിലവിൽ കിട്ടുന്ന ഒരു ഗോൾഡൻ കളർ അലോയ് വീലാണ്. അത് എൻഡോർക്കിനെക്കാട്ടി കുറച്ചുകൂടെ ഒരു അട്രാക്ഷൻ കൂടുതൽ കിട്ടുന്നു. രണ്ട് വണ്ടിക്കും ഫ്രണ്ടിലായിട്ട് ടെലിസ്കോപ്പിക് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടയർ സൈസ് നോക്കിയാൽ 100-90-12 ടയറാണ് നമുക്ക് ഡിയോയിൽ കൊടുത്തിരിക്കുന്നതെങ്കിൽ കുറച്ച് അഡ്വാൻറ്റേജസ് നമുക്ക് എൻഡോർക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് 100-80-12 ടയറാണ് നമുക്ക് എൻഡോർക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഫ്രണ്ടിൽ നിന്ന് ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ വീതിയുള്ള എൻഡോർക്കിന് തന്നെയാണ്. എന്നാൽ രണ്ടും 12 ഇഞ്ചിൻ്റെ അലോയ് വീലാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. സൈഡ് പാനൽസ് ആയാലും കണ്ടല്ലോ, ഇതിൽ ഒരു ഡ്യുവൽ ടോൺ കളർ എന്ന് പറഞ്ഞു. എന്നാൽ നമുക്ക് ഇതിൽ വന്നാലും ആ ഡ്യുവൽ ടോൺ കളർ തന്നെയാണ്. പക്ഷേ പാനൽ വരുന്ന സമയത്ത് ഈ ബോഡി കളറിനോട് ചെയ്യുന്നുള്ള പാനൽ ഈ ഡിയോയിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഇനി നമുക്ക് ഈ സൈഡ് വശങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ആ സെയിം പറഞ്ഞ പോലെ ഒരു എയറോഡൈനാമിക് ഡിസൈനാണ് രണ്ട് വണ്ടിക്കും കൊടുത്തിരിക്കുന്നത്. അത് നൈസായിട്ട് രണ്ട് വണ്ടിക്കും കൊടുത്തിരിക്കുന്നു. ഇത് നമുക്ക് ഡിയോയ്ക്ക് കിട്ടുന്ന കുറച്ചുകൂടെ കളർ വേരിയൻ്റ്, കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർ വേരിയൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എങ്കിൽ നമുക്ക് ടി വി എൻഡോർക്കിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ റേസ് എഡിഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, ബ്ലാക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് സൂപ്പർ സ്പോർട്ട് എഡിഷൻ എന്ന് പറയുന്ന അവഞ്ചേഴ്സിൻ്റെ തീമിൽ വരുന്ന കുറച്ചധികം മോഡൽസ് നമുക്ക് എൻഡോർക്കിൽ കിട്ടുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഹോണ്ടയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ സിനിമ ബേസ് ആയിട്ടുള്ള തീമും കാര്യങ്ങളൊന്നും നമുക്ക് ഇതിന് സ്റ്റിക്കറിങ്ങിലോ കാര്യങ്ങളൊന്നും വരുന്നില്ല. എങ്കിൽ പോലും അട്രാക്ഷൻ ആയിട്ടുള്ള ആ ഒരു 3D എംബ്ലവും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൂടാതെ ഗ്രാഫിക്സ്, ഏറ്റവും പുതിയ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പല വേരിയൻറ്റിൽ നമുക്ക് ഡിയോയ്ക്കും കിട്ടുന്നുണ്ട്. ഇനി നോക്കിക്കഴിഞ്ഞാൽ സൈഡിൽ കണ്ടില്ലേ, രണ്ട് വണ്ടിക്ക് അത്യാവശ്യം നല്ല ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടി വി എസിൻ്റെ വണ്ടിയെക്കാട്ടിലും കുറച്ചുകൂടി ലെഗ് സ്പേസ് ഫീൽ ചെയ്യുന്നത് നമുക്ക് ഡിയോയിലാണ്. കണ്ടില്ലേ, അത്യാവശ്യം നല്ലൊരു ഗ്യാസ് ഊറ്റി കയറിയിരിക്കാൻ പോലുള്ള സ്ഥലം നമുക്ക് കൊടുത്തിട്ടുണ്ട്. എൻഡോർക്ക് നോക്കി കഴിഞ്ഞാൽ അത്രയും സ്പേസ് വരുന്നില്ല. അതുപോലെ അത്യാവശ്യം വേണ്ട ഹുക്കസും കാര്യങ്ങളൊക്കെ രണ്ട് വണ്ടിക്കും നൈസായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഒരു മീറ്ററാണ്. കണ്ടില്ലേ, 2025 മോഡൽ വന്ന സമയത്ത് ഹോണ്ടയ്ക്ക് ഒരുപാട് അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഡിയോയെ 125 ഡിസ്ക് ബ്രേക്ക് കിട്ടിയത്. അതുകൂടാതെ നമുക്ക് 4.2 ഇഞ്ചിൻ്റെ ഒരു TFT ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. എൻഡോർക്ക് നോക്കിക്കഴിഞ്ഞാൽ TFT ഡിസ്പ്ലേ അല്ല, സാധാ ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളൊക്കെയാണ്. കണ്ടല്ലേ, ഇങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നു. എന്നാൽ ഇതിൻ്റെ ടോപ്പ് മോഡലിൽ നമുക്ക് കളർ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എങ്കിലും TFT ഡിസ്പ്ലേ അല്ല, നോർമൽ കളർ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ഫീച്ചേഴ്സൊക്കെ രണ്ട് വണ്ടിക്ക് ഏകദേശമൊക്കെ സെയിം ആയിട്ട് കൊടുത്തിരിക്കുന്നു. നമുക്കിതിലൊരു അഡ്വാൻറ്റേജ് ഉള്ളത് നമുക്ക് ഐഡിയൽ സ്റ്റോപ്പ് സിസ്റ്റം, അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഐഡിയൽ സ്റ്റോപ്പ് സിസ്റ്റം കിട്ടുന്നു. TVSൻ്റെ പുതിയ മോഡൽ, അതായത് ഐഡിയൽ സ്റ്റോപ്പ് സിസ്റ്റം വരുന്ന വണ്ടി TVSനും ഉണ്ട്. എന്ന് കഴിഞ്ഞാൽ മീറ്റർ എന്ന് നോക്കിയാൽ TFT ഡിസ്പ്ലേ കുറച്ചൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ഹോണ്ടയുടെ കാര്യത്തിൽ. ഏത് വശങ്ങളിൽ നിന്ന് നോക്കിയാലും നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് റീഡ് ചെയ്യാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡിജിറ്റൽ മീറ്റർ, അതായത് ഈ TFT മീറ്ററിൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വിത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട് ഇതിൻ്റെ H സ്മാർട്ട് മോഡലിൽ. അതിൽ നമുക്ക് 10x10 നാവിഗേഷൻ, കോൾസ് ആൻഡ് SMS അലേർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതേപോലെ എൻഡോർക്കിൻ്റെയും ടോപ്പ് മോഡലിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. 10x10 നാവിഗേഷനും കാര്യങ്ങളൊക്കെ എൻഡോർക്കിലും കൊടുത്തിട്ടുണ്ട്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ റിയൽ ടൈം മൈലേജ്, ആവറേജ് മൈലേജ്, ഡിസ്റ്റൻസ് ടു MD, അങ്ങനെയുള്ള ഏറ്റവും വേണ്ടപ്പെട്ടതായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു TFT മീറ്ററിൽ അറിയാൻ പറ്റും. എന്നാൽ നമുക്ക് TVSൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മീറ്ററിൽ അങ്ങനെയുള്ള, അതായത് ഏറ്റവും പുതിയ മോഡലിൽ, അതായത് ഏറ്റവും ടോപ്പ് മോഡലിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. അതുകൂടാതെ നമുക്ക് TVSൻ്റെ 2 റൈഡ് മൂഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് ഈ ഒരു മീറ്ററിൽ നമുക്ക് അറിയാവുന്നതാണ്. എന്നാൽ നമുക്ക് ഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ റൈഡിംഗ് മൂഡ്സോ കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. എങ്കിലും നമുക്ക് ആവശ്യമായിട്ടുള്ള ഐഡിയൽ സ്റ്റോപ്പ് സിസ്റ്റം പോലുള്ള ടെക്നോളജികൾ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഈ ഒരു സ്വിച്ച് എന്ന് പറയുന്നത് ഈ മീറ്റർ കൺട്രോൾ ചെയ്യാനുള്ള, TFT മീറ്റർ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചാണ്. അതൊരു ജോയ്സ്റ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നു. അതുപോലെ ഡിമ്മർ ബ്രൈറ്റ്, പാസ്വേഡ്, ഇൻഡിക്കേറ്റർ ഉണ്ട്, ഫോണുണ്ട്, നമുക്ക് സെൽഫ് വിത്ത് ഐഡിയൽ സ്റ്റോപ്പ് സിസ്റ്റം ഉണ്ട്. നമുക്ക് എൻഡോർക്കിന് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഡിമ്മർ ബ്രൈറ്റ്, പാസ് ലൈറ്റ് ഉണ്ട്, ഇൻഡിക്കേറ്റർ ഉണ്ട്, ഫോണുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ എൻജിൻ ഗ്രിൽ സ്വിച്ച് വരുന്നുണ്ട്. നമുക്കിതിൽ എൻജിൻ ഗ്രിൽ സ്വിച്ച് വരുന്നില്ല. നമുക്ക് ഹസാർഡ് വരുന്നുണ്ട്, നമുക്ക് ഹസാർഡ് വരുന്നില്ല. പിന്നെ നമുക്ക് സെൽഫിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് TVSൻ്റെ വണ്ടിയിലെ സ്വിച്ചസിൻ്റെ കാര്യത്തിൽ കൊടുത്തിരിക്കുന്നത്. രണ്ട് വണ്ടിയും ഏകദേശം ഒരുപോലെ പ്രീമിയം ക്വാളിറ്റി ഉള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഹോണ്ടയുടെ ഈ സ്വിച്ച് കണ്ടില്ലേ, കുറച്ചുകൂടെ ഒരു പ്രീമിയം ഫീലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് എൻഡോർക്കിനെ അപേക്ഷിച്ച്. ഇഗ്നിഷൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വണ്ടിയുടെയും കൊടുത്തിരിക്കുന്നത് ഈ മോഡലാണ്.
ഹോണ്ടയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് കുറച്ചൊരു അഡ്വാൻറ്റേജിലാണ്, കാരണം സീറ്റും ഫ്യൂവലിൻ്റെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഒറ്റ സ്വിച്ച് വഴിയാണ്. കണ്ടില്ലേ, ഈ ഒരു സീറ്റിൻ്റെ അണ്ടർ സ്റ്റോറിൻ്റെ കാര്യത്തിൽ അപ്ഡേഷനോ കാര്യങ്ങളൊന്നുമില്ല, സെയിം തന്നെയാണ്. ഒരു ഹെൽമെറ്റ് വെക്കാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ 5.3 ലിറ്ററാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഹോണ്ടയുടെ വണ്ടിക്ക് ഒരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് സീറ്റ് തുറക്കാനും പെട്രോൾ തുറക്കാനും എല്ലാം കീയത്തിന് ഇഗ്നിഷൻ തന്നെയാണ് സ്വിച്ചസും കാര്യങ്ങളൊക്കെ വരുന്നത്. അതേപോലെ നമുക്ക് പെട്രോൾ അടിക്കാൻ വണ്ടിയിൽ നിന്ന് ഇന്നിച്ച് ഇറങ്ങി കൊടുക്കേണ്ട കാര്യമില്ല, നമുക്ക് ജസ്റ്റ് ഫ്രണ്ട് ഇരുന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്യാം. എന്നാൽ എൻഡോർക്കിൻ്റെ കാര്യം വരുമ്പോഴത്തേന് നമുക്ക് ഈ കീ ഊരി സെപ്പറേറ്റ് എടുക്കണം. ബൈക്കിലായിട്ട് കീയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിട്ട് റൈറ്റ് സൈഡ് തിരിക്കുവാണെങ്കിൽ നമുക്ക് പെട്രോളിൻ്റെ ഓപ്പൺ ആവും. 5.8 ലിറ്ററാണ് നമുക്ക് എൻഡോർക്കിൻ്റെ ഒരു ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അതേപോലെ ലെഫ്റ്റ് തിരിക്കുവാണെങ്കിൽ നമുക്ക് സീറ്റിൻ്റെ സ്റ്റോറേജ് നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് ഹോണ്ടയുടെ വണ്ടിയെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ സീറ്റിൻ്റെ സ്റ്റോറേജ് കുറച്ച് കൂടുതലുള്ളത് എൻഡോർക്കിനാണ്. അത്യാവശ്യം നല്ലതല്ലേ, ഒരു ഹെൽമെറ്റ് അല്ലെങ്കിൽ അത്യാവശ്യം വേണ്ട ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളെല്ലാം സുഖമായിട്ടിരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ TVS കൊടുത്തിരിക്കുന്നത്. നമുക്ക് കണ്ടില്ല ഇത്രയും സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാൽ അതിനെന്ന് നോക്കിക്കഴിഞ്ഞാൽ നോർമലി ഉള്ള ആ ഒരു സ്പേസേ ഉള്ളൂ. അപ്പോൾ അതിനൊരു അഡ്വാൻറ്റേജ് നമുക്ക് TVSന് കിട്ടുന്നുണ്ട്. പക്ഷേ ആ ഒരു അഡ്വാൻറ്റേജ് എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും ഇന്നിട്ട് വെളി ഇറങ്ങിയിട്ട് വേണം നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കീ ബാക്കിൽ കൊടുത്തേക്കുന്നതുകൊണ്ട് ഒരു ചെറിയൊരു പോസിറ്റീവ് സൈഡ് നമുക്ക് ഹോണ്ടയുടെ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ പോലെ വണ്ടി സ്റ്റിക്കറുള്ള വണ്ടിയും കിട്ടുന്നുണ്ട്, 3D എംബ്ലം ഉള്ള വണ്ടി കിട്ടുന്നുണ്ട്. നമുക്ക് ഇത് നോക്കിക്കഴിഞ്ഞാലും ഇതുപോലെ 3D എംബ്ലം ഉള്ള വണ്ടി കിട്ടുന്നുണ്ട്, സ്റ്റിക്കർ വേരിയൻ്റ് കിട്ടുന്നുണ്ട്. അതേപോലെ നമുക്ക് സൂപ്പർ സ്കോഡ് എന്ന് പറഞ്ഞാൽ ആ സിനിമാറ്റിക് എഡിഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇനി ബാക്ക് ടയർ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് എൻഡോർക്കിന് കൊടുക്കേണ്ടി വരും. കാരണം ഇത് നമുക്ക് ഗോൾഡൻ കളർ അലോയ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ പോലും 10 ഇഞ്ചാണ് അലോയ് വീലും കാര്യങ്ങളൊക്കെ വരുന്നത്. ബാക്കിൽ വരുന്ന ടയർ കണ്ടല്ലേ, ഈ ടൈപ്പ് കൊടുത്തിരിക്കുന്നു. MRF ടയറാണ്, 90-100 10-ൻ്റെയാണ് ബാക്ക് ടയർ കൊടുത്തിരിക്കുന്നത്. അപ്പം അത്യാവശ്യം സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെയുള്ള MRF സ്റ്റോക്ക് ടയറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ടയർ ഹഗ്ഗറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ചെളിയൊന്നും തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നേരെ നമുക്ക് TVSൻ്റെ ആയിരുന്നു നോക്കിയാൽ ഈ സെയിം ടയർ ഹഗ്ഗറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു വീതിയുള്ള ടയറും കൊടുത്തിട്ടുണ്ട്, 12 ഇഞ്ച് അലോയ് വീലും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വീതിയുള്ള, ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് TVSൻ്റെ വണ്ടിക്ക് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് കൊടുക്കുന്നത്. കുറച്ചുകൂടി ബിഗ്ഗർ ടയറാണ്. അപ്പോൾ ആൾക്കാർ നോക്കുന്ന സമയത്ത് അവർക്ക് 12 ഇഞ്ച് അലോയ് കിട്ടുന്നുണ്ട്, വലിയൊരു ടയറും കിട്ടുന്നുണ്ട്. 110-ൻ്റെയാണ് ടയർ വരുന്നത്, 110, 80, 12-ൻ്റെയാണ് ടയറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് TVSൻ്റെ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ ഡിയോയ്ക്ക് ഒട്ടും മോശമല്ല എങ്കിൽ പോലും ഈ ഒരു ഇത് നോക്കിയാൽ ആൾക്കാർ കൂടുതലും നമുക്ക് വീതിയുള്ള ടയർ ബാക്കിലെ 12 ഇഞ്ച് അലോയ് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും നമുക്ക് എൻഡോർക്കിന് കിട്ടുന്നുണ്ട്. ഡിയോയ്ക്ക് ഒട്ടും മോശമല്ല എങ്കിൽ പോലും ഒരു 12 ഇഞ്ച് അലോയ് വന്നാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ഇനി ബാക്കിലെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ കണ്ടല്ലേ, ഈ രീതിയിൽ കൊടുത്തിരിക്കുന്നു. ഒറ്റ ടൈലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതുപോലെ കാർബൺ ഫൈബർ വരുന്ന ഫിനിഷ് കൊടുത്ത് സെപ്പറേറ്റ് നമുക്ക് ഫീൽ കിട്ടുന്നുണ്ട്. LED വരുന്നില്ല, ഹാലജൻ ബൾബ് തന്നെയാണ് വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് ആയാലും എല്ലാം ഹാലജൻ ബൾബ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഈ രീതിയിൽ നമ്പർ പ്ലേറ്റ് വരുന്ന ഭാഗങ്ങളൊക്കെ കവർ ചെയ്യുന്ന ഒരു റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നൈസായിട്ട്. അതുകൂടാതെ എൻഡോർക്കിന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫ്ലൈറ്റ് എഞ്ചിൻ്റെ ആ ഒരു ഡിസൈനാണ് ഇതിൻ്റെ ബാക്കിലത്തെ ആ ഒരു ഈ ഒരു എയറോഡൈനാമിക് ഡിസൈൻ പോലെ തോന്നുന്നത് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് LED ആയിട്ടുള്ള ടൈലൈറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ആ ഒരു കാര്യത്തിൽ TVS അതൊരു ഇന്ത്യൻ കമ്പനിയാണ് TVS എന്ന് പറയുന്നത്. അപ്പോൾ അവർ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഹോണ്ട ഒരു ജാപ്പനീസ് വണ്ടിയാണ്. അപ്പോൾ അവർ കുറച്ചുകൂടെ ഇതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ കൊണ്ടുവരുമ്പോൾ കുറച്ചുകൂടെ പ്രൈസൊക്കെ ഇൻക്രീസ് ആവും. അതുകൊണ്ടായിരിക്കാം മേ ബി ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവരിങ്ങനെ കൊടുത്തത്. ഷേപ്പിലുള്ള ആ ഒരു DRL കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്, LED ആയിട്ടുള്ള ടൈലൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ് കണ്ടില്ലേ, നമുക്ക് ബൈക്കിന് എങ്ങനെ കിട്ടുന്നു ആ രീതിയിലുള്ള ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ TVS കൊടുത്ത് അത് നൈസാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് ഇതിൻ്റെ സൈലൻസറാണ്. സൈലൻസർ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ പ്രൊട്ടക്ഷനാണ് സൈലൻസിന് ഇത് വരുന്നത് ഹോണ്ടയുടെ വണ്ടിക്ക്. പിന്നെ ഡ്യുവൽ ഹോളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് സൗണ്ട് നോക്കിക്കഴിഞ്ഞാലും അപ്പം ഈ രീതിയിലുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ ഹോണ്ടയുടെ ഭാഗത്തുണ്ട്. അതായത് ഡ്യുവൽ ഹോൾ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മുഴക്കമുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇത് TVSൻ്റെ വണ്ടിക്ക് എതിരായിട്ട് ഇറക്കിയ ഒരു വണ്ടി തന്നെയാണ്. അതുകൊണ്ടാണ് ആദ്യം നമുക്ക് TVSൻ്റെ വണ്ടി വന്ന സമയത്ത് ഇത്രയും മുഴക്കമുള്ള സൗണ്ടൊക്കെ നമ്മൾ കിട്ടുന്ന TVSൻ്റെ വണ്ടികൾക്കാണ്. അത് നമുക്ക് ഹോണ്ടയിലും കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ നമുക്ക് എൻഡോർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു സൗണ്ട് എന്ന് പറയുന്നത് അത് ഈ രീതിയിൽ കൊടുത്തിരിക്കുന്നു. ഇതിനും ഡ്യുവൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. കണ്ടില്ലേ, ഒരു സിൽവർ കളറും പിന്നെ ഒരു ബ്ലാക്ക് കോട്ടും കൂടെ വരുന്ന പ്രൊട്ടക്ഷൻ. രണ്ടും മെറ്റലാണ് നമുക്ക് ഹോണ്ടയ്ക്ക് വരുന്നത്. ഒന്ന് മെറ്റലും ഒന്ന് ഫൈബറുമാണ്. അപ്പോൾ സൗണ്ടിൻ്റെ കാര്യത്തിൽ രണ്ട് ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ്. രണ്ട് നല്ല ബാസുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് രണ്ട് വണ്ടിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഡിസൈൻ
ആ രീതിയിലുള്ള ടെക്നോളജി ഈ രണ്ട് വണ്ടിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഹോണ്ട വണ്ടി ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് സൈലൻറ്റ് സ്റ്റാർട്ടാണ്. ESP ടെക്നോളജിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് എൻഹാൻസ്ഡ് സ്മാർട്ട് പവർ എന്ന് പറയുന്ന ടെക്നോളജി. നമുക്ക് ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള സൈലൻറ്റ് സ്റ്റാർട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ പോലും നോർമലായിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഡിസൈൻ്റെ കാര്യത്തിൽ നമുക്ക് എപ്പോഴും ഹോണ്ടയുടെ വണ്ടി, അതായത് ഡിയോ 125-നേക്കാട്ടിൽ ചെറിയൊരു മുൻതൂക്കം നമുക്ക് ഈ ഒരു എൻഡോർക്കിന് കിട്ടുന്നുണ്ട്. കാരണം കുറച്ചുകൂടെ ഒരു ഗ്രാഫിക്സിലായാലും ഈ പറഞ്ഞ പോലെ വീൽസിൻ്റെ കാര്യമൊക്കെ കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് നമുക്ക് എൻഡോർക്കിന് കിട്ടുന്നുണ്ട്. അതുപോലെ റൈഡിങ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു അപ്പറേറ്റഡ് ഒരു പൊസിഷൻ നമുക്ക് എൻഡോർക്കിന് കിട്ടുന്നുണ്ട്. ഡിയോയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഫാമിലി വെഹിക്കിൾ കൂടിയാണ്. കംപ്ലീറ്റ്ലി സ്പോർട്സ് എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ എൻഡോർക്ക് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു സ്പോർട്സ് വെഹിക്കിളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി അഗ്രസീവായിട്ടുള്ള റൈഡിങ് പൊസിഷനും ആ ഒരു ഫീലിംഗ് കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് ഡിയോയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫാമിലി വെഹിക്കിൾ പ്ലസ് ഒരു സ്പോർട്സ് വെഹിക്കിളാണ്. അപ്പോൾ ഫാമിലി കൂടെ ഓടിക്കേണ്ട രീതിയിൽ അവർ കുറച്ചുകൂടെ ഒരു ഡിസൈൻ്റെ കാര്യത്തിൽ, അതായത് ആ ഒരു പെർഫോമൻസിൻ്റെ കാര്യത്തിലും കുറച്ചുകൂടി വിട്ടുവീഴ്ച കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ നോർമലി ഒരു ഫാമിലി ആൾക്കാർ ഓടിച്ചാലും നമുക്ക് എൻഡോർക്ക് ഓടിക്കുന്ന പോലെ അത്ര ഒരു പവറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഫീൽ കിട്ടില്ല. ഇതൊരു ലീനിയർ ആയിട്ടുള്ളൊരു പവർ ഡെലിവറിയാണ് കിട്ടുന്നത്. നമുക്ക് ഏത് രീതിയിൽ കൈ കൊടുത്തു പോയാലും ആ ഒരു എഞ്ചിൻ്റെ സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഡിയോയിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. എൻഡോർക്ക് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു സ്പോർട്സ് വണ്ടി ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഫാമിലി ആയിട്ടുള്ളവരൊക്കെ എടുത്ത് ഓടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പവർ കൂടിയ പോലൊക്കെ ഒരു ഫീൽ തരും. എന്നാൽ ഡിയോയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നില്ല. കാരണം സ്മൂത്തറാണ് കുറച്ചുകൂടെ. ഇനിയും ടെക്നോളജി കാര്യം പറഞ്ഞാൽ നമുക്ക് ഈ ഹോണ്ടയുടെ വണ്ടിയിൽ USB-C പോർട്ടാണ് നമുക്ക് ഹോണ്ട പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കണ്ടല്ലേ, ഈ പറഞ്ഞ പോലെ ഒരു USB-C പോർട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എൻഡോർക്കിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഈ ഹോണ്ടയുടെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് എൻഡോർക്കിൻ്റെ സീറ്റിൻ്റെ അടിയിലാണ് നമുക്ക് ഇതിൻ്റെ ചാർജറും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മൊബൈൽ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റിസ്ക് ആയിരിക്കും. കാരണം ഇത് സീറ്റിൻ്റെ അടിയിൽ നമുക്ക് ഇത് കണ്ടല്ലേ, ഈ സൈഡായിട്ടാണ് ഇത് പോർട്ട് കൊടുത്തിരിക്കുന്നത്. C പോർട്ടല്ല, സാധാ എയർപോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് കവർ ചെയ്ത് വെച്ചിരിക്കുന്നു. മൊബൈൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് ചാർജ് ചെയ്ത് വണ്ടിക്കകത്ത് തന്നെ വെക്കേണ്ടി വരും. എന്നാൽ നമുക്ക് ഹോണ്ടയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്രണ്ടിൽ തന്നെ ചാർജർ വരുന്നുണ്ട്. കണ്ടില്ലേ, അതുകൂടാതെ ഒരു പോക്കറ്റും വരുന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് റണ്ണിങ്ങിൽ തന്നെ നമുക്ക് ഈ സൈഡിൽ മൊബൈൽ ഇട്ടിട്ട് ഇവിടുന്ന് ചാർജ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ ആ രീതിയിൽ കുറച്ചൊരു അഡ്വാൻറ്റേജ് നമുക്ക് ഹോണ്ടയുടെ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. TVSൻ്റെ വണ്ടിക്ക് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നില്ല. കാരണം സീറ്റിൻ്റെ അടിയിലാണ്. പിന്നെ രണ്ട് വണ്ടിയുടെയും ഇത് കണ്ടല്ലേ, ഗ്രാബ് റെയിൽ കൊടുത്തിരിക്കുന്നു. കുറച്ചുകൂടെ ഒരു കാളക്കൊമ്പ് പോലെയൊക്കെയുള്ള ഫീലിംഗ് നമുക്ക് ഈ ഒരു എൻഡോർക്കിന് കിട്ടുന്നുണ്ട്. ഒരു ബ്ലാക്ക് കളർ കോട്ടിങ്ങിൽ വരുന്നു. ഡിയോടെ നോക്കിക്കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. അത് ഈ ഒരു ബോഡി കളറിനോട് ചേരുന്ന കളറ്, അതേപോലെ കുറച്ചുകൂടെ നീണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അതിനും കാണാൻ നല്ല മനോഹരമാണ്. ഇതിൻ്റെ ഒരു ഗ്രാബ് റെയിലും കാര്യങ്ങളൊക്കെ ടാങ്ക് രണ്ട് വണ്ടിയുടെയും പുറകെ കൊടുത്തിരിക്കുന്നു. എന്നാൽ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ ഫ്രണ്ടിൽ നിന്ന് തന്നെ പറ്റും. ഇതിന് കീ എടുത്ത് വെളിയിറങ്ങണം. സീറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഹോണ്ടയുടെ വണ്ടിക്ക് കുറച്ചൊരു അഡ്വാൻറ്റേജാണ്. കുറച്ചുകൂടെ സ്മൂത്തർ സൈഡായിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് ഡിയോയ്ക്ക് കൊടുത്തിരിക്കുന്നത്. എൻഡോർക്കിൽ കൊടുത്തിരിക്കഴിഞ്ഞാൽ ഹാർഡാണ്. കുറേ ലോങ് ഒക്കെ ഓടി കഴിയുമ്പോൾ നിതുമ്പത്തിന് കുറച്ച് വേദനയും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഫീൽ ചെയ്യും. എന്നാൽ നമുക്ക് ഹോണ്ടയുടെ വണ്ടിക്ക് അത്രയുള്ള ആ ഒരു ഫീൽ കിട്ടില്ല. കാരണം കുറച്ചുകൂടെ സോഫ്റ്റ്വെയർ സൈഡാണ്. ബാക്കിലെ ഷോക്ക് നോക്കിക്കഴിഞ്ഞാൽ എൻഡോർക്കിന് വരുന്നത് ഈ സൈഡിൽ കണ്ടില്ലേ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷോക്കാണ് കൊടുത്തിരിക്കുന്നത്. ആ സെയിം അതുപോലെ തന്നെയാണ് നമുക്ക് ഈ സൈഡിൽ ഹോണ്ടയ്ക്ക് വന്നിരിക്കുന്നതും. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രീലോഡായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷോക്കാണ്. നമുക്കിതിൻ്റെ H സ്മാർട്ട് മോഡലിൽ കിക്കർ കിട്ടുന്നില്ല. നമുക്ക് നോർമലായിട്ടുള്ള മോഡലിൽ കിക്കർ കിട്ടുന്നുണ്ടെന്ന് TVSൻ്റെ വണ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പ് മോഡലിൽ നമുക്ക് കിക്കർ കിട്ടുന്നില്ല. ബേസ് മോഡലെല്ലാം നമുക്ക് കിക്കർ കിട്ടുന്നുണ്ട്. സൈഡ് സ്റ്റാൻഡ് ഇൻബിൽറ്റ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രണ്ട് വണ്ടി ഏകദേശം ഒരുപോലെ കൊടുത്തിരിക്കുന്നു. ഇനിയും നോക്കേണ്ടത് ഇതിൻ്റെ ഒരു എഞ്ചിനും പെർഫോമൻസ് ഒക്കെയാണ്. നമുക്ക് ഈ രണ്ട് വണ്ടിയുടെ എഞ്ചിൻ്റെ കാര്യം നോക്കാം. എഞ്ചിനും പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഡിയോ 125 എഞ്ചിൻ വരുന്നത് 123.92 cc ആണ്. അതേപോലെ 4 സ്ട്രോക്ക് SI എഞ്ചിനാണ് നമുക്ക് ഹോണ്ടയുടെ വണ്ടി കൊടുത്തിരിക്കുന്നത്. നേരെ നമുക്ക് എൻഡോർക്ക് നോക്കിക്കഴിഞ്ഞാൽ 124.8 cc ആണ് എഞ്ചിൻ വരുന്നത്. അതേപോലെ സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് SI എയർ കൂൾഡ് ആൻഡ് ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ് നമുക്കിതിന് വരുന്നത്. ഇതും നമുക്ക് അങ്ങനെ എടുത്തു പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഈ പറയുന്ന എല്ലാ ടെക്നിക്കും തന്നെ എയർ കൂൾഡ് ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടിയാണ് നമ്മുടെ ഈ ഒരു ഡിയോ എന്ന് പറയുന്നതും കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മാക്സിമം പവറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ഡിയോ 125 കൊടുത്തിരിക്കുന്നത് 8.28 PS at 6250 RPM-ലാണ് നമുക്ക് ഡിയോയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അതേപോലെ നമുക്ക് എൻഡോർക്കിൽ കൊടുത്തിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ 9.5 PS at 7000 RPM. അപ്പം കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് നമുക്ക് എൻഡോർക്കിന് കിട്ടുന്നു. എങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ റേസ് എഡിഷന് കുറച്ചുകൂടെ പവർ നമുക്ക് കൂടുതലായിട്ട് കിട്ടും എൻഡോർക്കിൽ. ഡിയോയുടെ കാര്യത്തിൽ അങ്ങനെ ആ ഒരു വേരിയൻറ്റിൽ വരുന്ന സമയത്ത് പവറിലോ ഡെലിവറിക്കോ കാര്യങ്ങളൊന്നും മാറ്റം വരുന്ന സെയിം തന്നെയാണെങ്കിൽ ഈ ഒരു എൻഡോർക്കിൽ നമുക്ക് അങ്ങനെ ഒരു പവർ ഡെലിവറി നമുക്ക് കൂടുതലുള്ള മോഡലും കിട്ടുന്നുണ്ട്. ഇനി മാക്സിമം ഒരു ടോർക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡിയോയ്ക്ക് വരുന്ന ടോർക്ക് എന്ന് പറയുന്നത് 10.4 Nm at 5000 RPM-ലാണ്. എങ്കിൽ നമുക്ക് TVS എൻഡോർക്കിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേനും 10.6 Nm at 5500 RPM. അതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ പവറിലും ടോർക്കിലും കുറച്ച് അഡ്വാൻറ്റേജ് ഉള്ളത് നമുക്ക് എൻഡോർക്കിലാണ്. എങ്കിൽ പോലും ഒട്ടും പുറകിലല്ല
ഹോണ്ട ഡിയോ എന്ന് പറയുന്നതും. കാരണം ഇതൊരു ലീനിയറായിട്ട് പവർ ചെയ്യുന്നൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി കുറച്ച് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യം. കാരണം കൂടുതൽ മൈലേജ് കിട്ടണം, നമുക്ക് ഫാമിലിക്ക് യൂസ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കുറച്ചുകൂടെ യങ്ങറായിട്ടുള്ള ആൾക്കാർ കുറച്ചൊരു പവറൊക്കെ നോക്കുന്നവർക്കുള്ള തിരഞ്ഞെടുക്കാൻ പറ്റിയൊരു മോഡലും കൂടിയാണ്. എഞ്ചിൻ്റെ കാര്യത്തിൽ ഏറ്റവും ബെറ്റർ ഹോണ്ട തന്നെയാണ്. അതുപോലെ സർവീസിൻ്റെ കാര്യത്തിൽ ബെറ്ററാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹോണ്ട ഡിയോ വിൻ ചെയ്യുന്നുണ്ട്, ബെറ്റർ ആകുന്നുണ്ട്. അതേപോലെ ബാക്കിയുള്ള പുറമേയുള്ള കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഫീച്ചേഴ്സ്, സ്റ്റൈല്, ലുക്ക് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എൻഡോർക്കും വിൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസിങ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസ് മോഡൽ, അതായത് നമുക്ക് ഈ നമ്മുടെ കയ്യിരിക്കുന്ന ഈ ഒരു DLX മോഡലിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏകദേശം 1,26,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇതിൻ്റെ H സ്മാർട്ട് മോഡലിന് ഒരു 1,30 വരെ അടുപ്പിച്ച് വില വരുന്നുണ്ട്. എൻഡോർക്കിലും ഏറ്റവും താഴ്ന്ന മോഡലിന് ഏകദേശം ഒരു 1,25,000 ആ റേഞ്ച് വരുന്നുണ്ട്. ടോപ്പ് മോഡലിന് 1,40 വരെയൊക്കെ അടുപ്പിച്ച് എമൗണ്ട് വരുന്നുണ്ട് ഓൺ റോഡ് ഏറ്റവും ടോപ്പ് മോഡലിൽ. അപ്പം ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു വിലയുടെ ഡിഫറൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി മൈലേജ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരു ഒറ്റ വിനറേ ഉള്ളൂ, അത് ഡിയോ തന്നെയാണ്. ഏകദേശം 60 കിലോമീറ്റർ അടുപ്പിച്ച് സിംപിളി മൈലേജ് വരുന്ന വണ്ടിയാണ് ഡിയോ എന്ന് പറയുന്നത്. എൻഡോർക്ക് എന്ന് പറയുന്നത് ഏകദേശം ഒരു 40-47 അടുപ്പിച്ച് മൈലേജും കാര്യങ്ങളൊക്കെയാണ് എൻഡോർക്കിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു ലോങ് റൈഡൊക്കെ പോകുന്നവർക്ക് മൈലേജും കാര്യങ്ങളൊക്കെ നോക്കി കംഫർട്ടും കാര്യങ്ങളൊക്കെ നോക്കി എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് ഡിയോ 125 എന്ന് പറയുന്നത്. എന്നാൽ പവർ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കുറച്ച് എൻജോയ് ചെയ്തൊക്കെ ഓടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ് ഈ എൻഡോർക്ക് എന്ന് പറയുന്നത്. അതായത് കുറച്ചൊരു പവർ വേണ്ടവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ XP മോഡൽ ഉള്ളതുകൊണ്ട്. എന്നാൽ ഡിയോയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ H സ്മാർട്ട് വേരിയൻറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് നമ്മളൊരു ഡീറ്റെയിൽഡ് കമ്പാരിസൺ ഒക്കെ പറഞ്ഞത്. ഇനിയും കുറച്ച് ഇതിൻ്റെ ഡയമെൻഷനും കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതെന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹോണ്ടയ്ക്ക് വരുന്നത്, അതായത് ഡിയോയ്ക്ക് വരുന്നത് 5.3 ലിറ്ററാണ് ടാങ്ക് കപ്പാസിറ്റി എങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എൻഡോർക്കിന് വരുന്നത് 5.8 ലിറ്ററാണ്. അതേപോലെ നമുക്ക് ഹോണ്ടയ്ക്ക് വരുന്ന ഒരു വിത്ത് എന്ന് പറയുന്നത് 707 mm ആണ് ഹോണ്ട ഡിയോയ്ക്ക് വിത്ത് വരുന്നത്. അതേപോലെ 710 mm ആണ് നമുക്ക് എൻഡോർക്കിന് വിത്ത് വരുന്നത്. അതേപോലെ നമുക്ക് ഡിയോയ്ക്ക് വരുന്നത് 1830 mm ആണ് ലെങ്ത് വരുന്നത്. അതേപോലെ എൻഡോർക്കിന് നോക്കിക്കഴിഞ്ഞാൽ 1861 mm ലെങ്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ അതേപോലെ നമുക്ക് ഡിയോയ്ക്ക് വരുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് 1172 mm ആണ്. അതേപോലെ നമുക്ക് എൻഡോർക്ക് നോക്കിക്കഴിഞ്ഞാൽ 1164 mm ആണ് എൻഡോർക്കിൻ്റെ ഹൈറ്റ് വരുന്നത്. ഇനി ഒരു സാഡിൽ ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ 708 mm ആണ് നമുക്ക് ഡിയോയ്ക്ക് വരുന്നതെങ്കിൽ 770 mm ആണ് നമുക്ക് എൻഡോർക്കിന് വരുന്നത്. അതേപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കിക്കഴിഞ്ഞാൽ 171 mm ആണ് നമുക്ക് ഡിയോയ്ക്ക് കിട്ടുന്നത്. 155 mm ആണ് നമുക്ക് എൻഡോർക്ക് കിട്ടുന്നത്. അപ്പോൾ എൻഡോർക്കിനെക്കാട്ടി കുറച്ചുകൂടെ ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിയോയ്ക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ വീൽ ബേസ് നോക്കിക്കഴിഞ്ഞാൽ 1260 mm ആണ് ഡിയോയ്ക്ക് വരുന്നത്. 1285 mm ആണ് നമുക്ക് എൻഡോർക്കിൻ്റെ വീൽ ബേസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി വെയിറ്റ് നോക്കിക്കഴിഞ്ഞാലും കുറച്ചൊരു അഡ്വാൻറ്റേജ് ഡിയോയ്ക്ക് തന്നെയാണ്. 104 കിലോയാണ് നമുക്ക് ഡിയോയ്ക്ക് വരുന്നതെങ്കിൽ 111 കിലോയാണ് നമുക്ക് എൻഡോർക്ക് വരുന്നത്. അപ്പം കുറച്ചുകൂടെ ലേഡീസിനൊക്കെ വണ്ടി ഓടിക്കാനാണെങ്കിൽ ഈ വെയിറ്റിൻ്റെ കാരണം കൊണ്ട് നമുക്ക് ഡിയോ കുറച്ചുകൂടെ സജഷൻ ചെയ്യാൻ പറ്റും. എൻഡോർക്കാണെങ്കിൽ കുറച്ച് വെയിറ്റ് കൂടിയ വണ്ടിയാണ്. അതേപോലെ ഡിയോ എന്ന് പറയുന്നത് കുറച്ച് വെയിറ്റ് കുറവ്, ലേഡീസിനൊക്കെ ഓടിക്കാൻ പറ്റിയ രീതിയിൽ കംഫർട്ടായിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഹോണ്ട കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡയമെൻഷൻ്റെ ഒരു വ്യത്യാസങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് കമ്പാരിസൺ ഒക്കെ പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ രണ്ട് വണ്ടിയെ പറ്റിയുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് ഇഷ്ടം എന്നുള്ളതും കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ.